2002 ശബരി കാർത്തികാണ് ആദ്യമായിട്ട് ഒരു ബ്രോൺസ് മെഡൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിയത് ഡബ്ല്യു കാഫ് യൂത്ത് കപ്പിൽ. അതിനുശേഷം സോണിക വിക്രമൻ സിൽവർ മെഡലായി. ഇപ്പം ലാസ്റ്റ് എവിടെ എത്തി? 2 ഗോൾഡ് മെഡൽ. വേറെ എന്തുകൊണ്ടാണ് വേറെ പേഴ്സണലായിട്ടുള്ള ടോക്കിൽ ഞാൻ പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം പറയുന്നില്ല. കാരണം സ്കൂളിൽ ട്രെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഏത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എടുത്ത് നോക്കിയാൽ അതിൽ സെമി ഫൈനലിസ്റ്റ് 4 ആളുണ്ടെങ്കിൽ അതിൽ 2 അലത്തിൽക്കാർ. 2 കുട്ടികൾ. ഇതിൽ സെമി ഫൈനലിൽ കളിക്കാത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാവും. 2 കുട്ടികൾ. ഏത് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എടുത്താലും അതിൽ സെമി ഫൈനലിസ്റ്റ് 2 അലന്തലക്കാരായിരിക്കും. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇത് ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം നമ്മൾ നിങ്ങൾക്ക് തന്ന ട്രെയിനിങ്ങും നിങ്ങൾ നമ്മുടെ അടുത്ത് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റും നിങ്ങളെ ഈ ഡിസിപ്ലിനും. ഇത് മാത്രമേ വേണ്ടൂ. ഇനി ഒരു 100 കൊല്ലം നമുക്ക് ഇതേപോലെ മുന്നോട്ട് പോവാം. ഇപ്പോൾ 2 ഗോൾഡ് മെഡലായി. ഇനി അടുത്ത വർഷം ഇനി ഒരുപാടുണ്ടാവും. നമുക്ക് അവസരം പലപ്പോഴും നാഷണൽസിൽ എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഗോൾഡ് മെഡലില്ല? നിങ്ങളെന്താ ചിന്തിക്കാത്ത? എന്തുകൊണ്ടാണ് ഇല്ലാത്ത? വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഗോൾഡ് മെഡൽ വരാത്ത? കേരളത്തിലെ കുട്ടികൾക്ക് എന്താ കൊമ്പുണ്ട്? അലത്തിലെ കുട്ടികൾക്ക് കൊമ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക. ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒന്നും അപ്രാപ്യമല്ല നമുക്ക്. ഈ ഒരു ഗ്രാമത്തിൽ നിന്ന് ആണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ കൊളീഗ്സാണ് ഇന്ന് ഇതിങ്ങനെ ഉണ്ടാക്കി. ഇത്രയും വല്ല കളിക്കൂട്ടുകാരായിട്ട് നിന്ന ആൾക്കാരാണ് ഇതിന് ഡയറക്ടർ പ്രസാദ് സാറായാലും ശരി, ശ്രീജിത്ത് ആയാലും ശരി, എല്ലാം ഒന്നായിട്ട് ഒരേ സ്ഥലത്ത് കളിച്ചു വളർന്ന ആൾക്കാർ. ഇങ്ങനെ ഒരു എൻവയർമെന്റ് ഉണ്ടാക്കി